ക്രിസ്തുവേശുവിൽ ധന്യരായ G2R പ്ലാറ്റ്ഫോമിൽ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളെ മുൻനിർത്തി രാജകീയ പൗരോഹിത്യവർഗം എന്ന പുതിയ നിയമ ദൈവസഭയും ലേവ്യ പൗരോഹിത്യം എന്ന പഴയ നിയമ ദൈവസഭയും താരതമ്യം ചെയ്ത് പഠിക്കുന്ന വിഷയം ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വന്ദനം. നാം തുടരുകയാണ്. പഴയ നിയമ പ്രമാണം ലഭിച്ച ലേവ്യ പൗരോഹിത്യവും ആ പ്രമാണത്തെ ഓർപ്പിച്ചുണർത്തി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്താൽ നിയുക്തരായ പ്രവാചകന്മാരും മോശയുടെ കാലം മുതൽ മലാക്കി പ്രവചനം വരെയുള്ള കാലയളവ് പരിശോധിച്ചു നോക്കിയാൽ ആനയും ആടും പോലുള്ള വ്യത്യാസം ഉണ്ടായി. യഹോവയാം ദൈവം കൽപ്പിച്ച കൽപ്പനകളും വിധിമുറകളും ഓർത്ത് ആചരിച്ച് നടന്നാൽ അവർ എനിക്ക് വിശിഷ്ട സന്തതിയായിരിക്കും എന്ന് കർക്കശമായി ദൈവം കൽപ്പിച്ചു. എന്നാൽ മലാക്കിയുടെ കാലം ആയപ്പോഴേക്കും യഹോവയുടെ ആജ്ഞ കേട്ടനുസരിക്കാത്ത, യഹോവയുടെ നാമത്തിന് മഹത്വം കൊടുക്കാത്ത, വഴിവിട്ട് പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കുന്ന, ലേവിയുടെ നിയമം ലംഘിച്ചു കളയുന്ന ഒരു തലമുറയും പ്രവാചകന്മാരും ആയിത്തീർന്നു. ആധാരമായി മലാക്കി പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ വായിച്ചുകൊണ്ടാൽ മതിയാകും. ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു സദാസമയവും യഹോവയോട് പ്രതിവാദം നടത്തുന്നവരായി മലാക്കിയുടെ കാലത്ത് ജനവും പ്രവാചകന്മാരും പുരോഹിതന്മാരുമായി തീർന്നു. മലാക്കി പ്രവചനം 2:9, 1-ാം അധ്യായം 6, 7, 2-ാം അധ്യായം 14, 3-ാം അധ്യായം 7, 8 എന്നീ വാക്യങ്ങൾ അതിനാധാരമായി അവരുടെ പ്രതിപാദ്യ വിഷയങ്ങൾ കണ്ട് മനംനൊന്ത മലാക്കി പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നു. ഇയ്യോബ് എന്ന ഭക്തൻ ഇവർ ജീവിക്കുന്നതിനും ഏകദേശം 1800-900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി, ദൈവത്തോട് ശഠിച്ചിട്ട് ഹാനി വരാത്തവൻ ആർ? 9-ാം അധ്യായത്തിൽ ആദ്യമായി ദൈവത്തോട് ശഠിച്ചിട്ട് ഹാനി വന്നവൻ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയാകുന്ന ലൂസിഫർ തന്നെയായിരുന്നു എന്ന് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലും, യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലും കാണുന്നുണ്ട്. ഇന്നത്തെ ആത്മീയ ലോകത്തിലെ രാജകീയ പുരോഹിതവർഗൻ എന്ന അഭിമാനം കൊള്ളുന്നവരിൽ ബഹുഭൂരിപക്ഷവും മലാക്കി പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന പുരോഹിതന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തരല്ല എന്ന് സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ ഗ്രഹിക്കാവുന്നതാണ്. ആരംഭകാലത്ത് അവരുടെ ചരിത്രത്തിൽ മിസ്രയീമിൽ നിന്നും യാത്ര തിരിച്ച ശേഷം ചെങ്കടലിലും അതിനുശേഷം 40 സംവത്സരങ്ങളായി മരുഭൂമിയിലും അനന്തരം കുത്തൊഴുകിക്കൊണ്ടിരുന്ന യോർദാൻ നദിയിലും പിന്നീട് വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷവും നടന്ന യുദ്ധങ്ങളിലും ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും കാലത്തും സർവശക്തനായ യഹോവയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടനുഭവിച്ച് ആ ജനം ദൈവത്തെ ആരാധിച്ചു. എന്നാൽ അതിനുശേഷം ന്യായാധിപന്മാരെയോ രാജാക്കന്മാരെയോ പ്രവാചകന്മാരെയോ പുരോഹിതന്മാരെയോ അനുസരിക്കാതെ അന്യദൈവങ്ങളെ ആരാധിച്ച് അവരുമായി പരസംഗം ചെയ്ത് അവരിൽ കൂടെ അമാതൃകാപരമായി നടന്ന വഴികളെ കണ്ട് ദൈവത്തിൻ്റെ വഴികളെ വിട്ടുമാറിക്കളഞ്ഞതിനാൽ അവർ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ രാജകീയ പുരോഹിതവർഗമെന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതത്തെ
സൂക്ഷ്മ പരിശോധന ചെയ്താൽ വ്യത്യസ്തമല്ല എന്ന് കാണുവാൻ കഴിയും. ഇന്നത്തേക്ക് ഏകദേശം 100 സംവത്സരങ്ങൾക്ക് മുൻപ് തേജോമയനായ ദൈവത്തിൻ്റെ ദിവ്യവചനം കേട്ട് ദർശനം പ്രാപിച്ച് നാമധേയ മിശ്രയും അടിമത്വം വിട്ട്, ആത്മീയ മിശ്രൈമ്യ അടിമത്വം വിട്ട് വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ച് കൂദാശകളും കുംഭസാരങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും വിട്ട്, ദിശ നോക്കിയുള്ള ആരാധന വിട്ട്, പൗരോഹിത്യ മാർഗം വിട്ട്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, മാമോദിസ ദൈവവചനത്തിലുള്ളതല്ല എന്ന് പൂർണ്ണമായി അംഗീകരിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ച്, ആത്മീയ ആരാധന അനുഭവിച്ച്, തിരുമേശയിലും ആത്മീയ അഭിഷേകത്തിൻ്റെ യാഥാർത്ഥ്യമായ നിറവിലും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു വന്ന ദൈവജനത്തിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയുടെ വർത്തമാനകാല അനുഭവം എന്ത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ട്, നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 15:4. അത് പൂർവ്വകാലത്തിൽ അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലം വരെ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന വിഷയങ്ങളാണ്. പൂർവ്വകാലത്ത് നടന്ന വിഷയങ്ങൾ പൗലോസിൻ്റെ സമകാലിക വിശുദ്ധന്മാർക്ക് സ്ഥിരതയുണ്ടാകുവാനും ആശ്വാസവും പ്രത്യാശയും വർദ്ധിക്കേണ്ടതിനു വേണ്ടി എഴുതിയിരിക്കുന്നതാകയാൽ അതുകൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. വിഷയം അങ്ങനെയെങ്കിൽ ഇസ്രയേൽ ജനത്തെയും ദൈവസഭയും തമ്മിലുള്ള ഒരു ഹ്രസ്വ പഠനം നമുക്ക് ആവശ്യമല്ലേ? വിഷയം അങ്ങനെയിരിക്കെ ഇന്നേക്ക് ഏകദേശം 100 സംവത്സരങ്ങൾക്ക് മുൻപ് ലോകത്തിൽ ആരംഭിച്ച ഉണർവും അതിൻ്റെ പരിണതഫലമായി ഉണ്ടായ ആത്മീയ ഓളങ്ങളാൽ ഇന്ത്യയിലും വിശേഷാൽ കേരളത്തിലും പൂവത്തൂരിലും കുമ്പനാട്ടും അതുപോലെ പ്രദേശങ്ങളിലും ഉണ്ടായ ആത്മീയ ഉണർവിനാൽ രൂപം കൊണ്ട ആത്മീയ സഭകളുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്നവർ ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ശ്രദ്ധിക്കുക. ഇസ്രയേൽ ജനത്തെ യഹോവയാം ദൈവം അടിമ വീടായിരുന്ന മിസ്രയീമിൽ നിന്നും ഫറവോന്റെ അധീനതയിൽ നിന്നും വീണ്ടെടുത്തു. യിരെമ്യാവ്, യെഹെസ്കേൽ ആദിയായ പ്രവാചകന്മാർ ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 11:4, 34-ാം അധ്യായം 13-ാമത്തെ വാക്യം, യെഹെസ്കേൽ പ്രവചനം 20:5. ദൈവസഭയെ ക്രിസ്തുവേശു തൻ്റെ രക്തത്താൽ വില കൊടുത്ത് തനിക്കായി വാങ്ങി. ഇസ്രായേൽ സഭയെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്ത് യഹോവയാം ദൈവം തനിക്കായി വാങ്ങിയതുപോലെ ക്രിസ്തുവേശു തൻ്റെ വിലയേറിയ രക്തം വിലയായി കൊടുത്ത് തനിക്കായി വാങ്ങി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 5, തീത്തോസ് എഴുതിയ ലേഖനം 2:14, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18, വെളിപ്പാട് പുസ്തകം 5:9, 14-ാം അധ്യായം 4-5. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ആരെ? ഗോത്രങ്ങൾ, ഭാഷകൾ, ജാതികൾ, വംശങ്ങൾ എന്നിവരിൽ നിന്നുള്ളവരെ. വളരെ കാര്യഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ വേദപുസ്തക വചനമല്ലേ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങൾ 4 തലമുറകളായി അടിമജീവിതം ചെയ്തു വന്ന മിസ്രയീമിൽ നിന്നും അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ
പാലും തേനും ഒഴുകുന്ന മനോഹര ദേശത്തേക്കുള്ള അക്ഷരീക യാത്രയിൽ മിസ്രയീമിനും വാഗ്ദത്തദേശത്തിനും ഇടയിലുള്ള ഇടവാസം യാത്ര ചെയ്ത താൽക്കാലിക സ്ഥലമായിരുന്നു മരുഭൂമിയിലെ പരദേശവാസം. അവിടെ നടന്ന ആരാധന, അവിടെ അവർ ആരാധനയ്ക്ക് കൂടിയ സമാഗമന കൂടാരം എന്നുള്ളത് മറന്നുപോകരുത്. പുറപ്പാട് പുസ്തകം 3-ാമധ്യായത്തിൻ്റെ 18, 5-ാമധ്യായം 1-ാമത്തെ വാക്യം, 7-ാമധ്യായം 16-ാമത്തെ വാക്യം, 8-ാമധ്യായം 27, 28 എന്നീ വാക്യങ്ങൾ. മൂന്നാമത്, ഇസ്രായേൽ മക്കളുടെ മരുഭൂമിവാസാരംഭത്തിൽ യഹോവ അവരുടെ തൻ്റെ അരുളപ്പാടനുസരിച്ച് പണിതീർത്ത സമാഗമന കൂടാരത്തിൽ, പുറപ്പാട് 25-8, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം. യഹോവയാം ദൈവത്തിൻ്റെ തേജസ് പണിതീർക്കപ്പെട്ട ആലയത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി. പുറപ്പാട് പുസ്തകം 40-ാമധ്യായം 34-35 വാക്യങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമധ്യായം 8-ാമത്തെ വാക്യം, സ്വർഗാരോഹണത്തിന് സാക്ഷികളായ ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വന്ന ശിഷ്യന്മാർ പാർത്തിരുന്ന മാളിക മുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇടിമുഴക്കി ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാമധ്യായം 12, 2-ാമധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മരുഭൂമിയിലെ മോശയാൽ പണിതീർക്കപ്പെട്ട സമാഗമന കൂടാരത്തിൽ മാത്രമല്ല, വാഗ്ദത്തദേശത്തെത്തിയ ശേഷം പിതാവായ ദാവീദിന്റെ നിർദ്ദേശപ്രകാരം മകനാകുന്ന ശലോമോൻ പണിത് ഉയർത്തിയ വലിയ മന്ദിരത്തിലും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. ഇതിനുശേഷം നാളുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ദൈവ ഭയവും ദൈവ സാന്നിധ്യവും വിട്ടതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ ആത്മീയ അവസ്ഥ. 5, മിസ്രൈമിൽ നിന്നും ഇറങ്ങി തിരിച്ച് എണ്ണം എടുക്കപ്പെട്ട 6,3550 പേരിൽ, സംഖ്യാപുസ്തകം 1-ാമധ്യായം 46-ാമത്തെ വാക്യം, വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചവർ കേവലം 2 പേർ മാത്രം ആയിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. സംഖ്യാപുസ്തകം 14-ാമധ്യായം 29-30 വാക്യങ്ങൾ. ഞാനും സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടൽ കടന്നു എന്ന് വിശ്വസിക്കുന്ന ദേശത്തുകൂടെ യാത്ര ചെയ്തപ്പോൾ മലഞ്ചരിവുകളിൽ കണ്ട കല്ലറകളുടെ പാടുകൾ ഭയം വരുത്തുന്നതായിരുന്നു. ദൈവം മുഖപക്ഷം ഉള്ളവൻ അല്ല. ദൈവപുത്രൻ പറഞ്ഞ ദൈവവചനത്തിൻ്റെ വാഗ്ദത്തം ഒന്ന് ശ്രദ്ധിക്കുക. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന വചനം നാം മറന്നുപോകരുത്. ഈ ദിവ്യവചനം ആത്മീയഗോളത്തിൽ എത്ര പേർ ഓർത്തിരിക്കുന്നു? ഇതൊരു മുന്നറിയിപ്പാണ്. മത്തായി എഴുതിയ സുവിശേഷം 20-ാമധ്യായം 16-ാം വാക്യവും 22-ാമധ്യായം 14-ാമത്തെ വാക്യവും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന ദൈവസഭ വിശ്വാസത്താൽ ഇത്തരണത്തിൽ അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയ റോമർക്ക് എഴുതിയ ലേഖനം 11-ാമധ്യായം 18 മുതൽ 22 വരെ വാക്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. യഹോവയാം ദൈവത്തിൻ്റെ കാന്തയായി ഇസ്രായേൽ ജനത്തിന് പകരം, ശ്രദ്ധിക്കണം, യഹോവയാം ദൈവത്തിൻ്റെ കാന്തയായിരുന്ന ഇസ്രായേൽ ജനത്തിന് പകരം, യിരെമ്യാ പ്രവചനം 3-8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ലോകത്തിലുള്ള സകല ജാതികളിൽ നിന്നും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനായി നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പുതിയ നിയമ രാജകീയ പുരോഹിത വർഗമാകുന്ന നാം ഒരു കാലത്തും പൂർവ്വകാലത്ത് നടന്നത് മറന്നു പോകാതിരിക്കത്തക്കവണ്ണം ബുദ്ധിയുപദേശമായി നൽകിയിരിക്കുന്ന ചരിത്ര സംഗ്രഹത്തെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കും റോമർക്കും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൂടി അല്പമായി ശ്രദ്ധിക്കുക. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും
നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയായും ഉളവായിത്തീരേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 15:4. അപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന അതിപ്രധാനമായ ഒരു ചരിത്ര സത്യം കൂടി കാണുക. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും ദൈവത്തിൻ്റെ പെസഹ ആകുന്ന കുഞ്ഞാടിൻ്റെ പവിത്ര രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. അവരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവരെല്ലാവരും സമുദ്രത്തുകൂടെ കടന്നു. സമുദ്രത്തിലും മേഘത്തിലും സ്നാനപ്പെട്ടു മോശയോട് ചേർന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ച് ക്രിസ്തുയേശുവിനോട് ചേർന്നു എന്നുള്ള പൊരുളിൻ്റെ നിഴലാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാറയെ അനുഗമിച്ചു. എങ്കിലും വളരെ ദുഃഖത്തോടുകൂടെ ഓർത്തിരിക്കേണ്ട കാര്യം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇത് നാം അറിയാതിരിക്കരുത്. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇത് നമുക്ക്, അതായത് രാജകീയ പുരോഹിതവർഗം എന്ന് സ്വയാഭിമാനം കൊള്ളുന്ന ദൈവസഭയ്ക്ക് ദൃഷ്ടാന്തമായി, എക്സാമ്പിളായി ഭവിച്ചിരിക്കുന്നു. അവരിൽ മിക്ക പേരിലും നോക്കുക, മെനി ഓഫ് ദം, അർത്ഥാൽ ഭൂരിഭാഗം ആളുകളിലും, അതായത് മോശെ, അഹറോൻ ആദ്യാരാധനയിൽ ആത്മാഭിഷേകത്തിൽ സംഗീതോപകരണം എടുത്ത് കയ്യിലടിച്ച് സകല ജനവും കാണുകയെ ലജ്ജയില്ലാതെ പാട്ടുപാടി കൊയർ ലീഡറായിരുന്ന മിറിയാം ആദിയായവരിൽ പ്രസാദിക്കാതെ, വാഗ്ദത്തദേശത്ത് എത്തുവാൻ സാധിക്കാതെ മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ട് കളഞ്ഞുവെന്ന്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞതിൻ്റെ കാരണങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മുഖപക്ഷമില്ലാത്ത ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നമ്മൾ ഈ ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ സേവിക്കണം എന്ന് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗത്ത് അവർ മരുഭൂമിയിൽ തള്ളിയിടപ്പെട്ട് കളഞ്ഞതിൻ്റെ കാരണങ്ങൾ ശ്രദ്ധിക്കാം. പരിശുദ്ധ ദൈവമേ, പുത്രനായ ക്രിസ്തുവിൻ്റെ നിർമ്മല കന്യകയും കാന്തയുമായി വേർതിരിക്കപ്പെട്ട ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരത പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്ഥിരഹൃദയം തന്ന ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ശ്രോതാക്കളായ ദൈവമക്കളെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.